എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ അബിയുടെ ജാനകിയുടെ അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, അപർണയുമായിട്ടുള്ള വിവാഹത്തിന് വേണ്ടിയിട്ട് അമലിനെ എല്ലാവരും കൂടി നിർബന്ധിക്കുകയാണ്. ജാനകിയും സൂര്യനാരായണും എല്ലാവരും പറഞ്ഞു. അവസാനം ഒരു ഡിമാൻഡും കൂടെ വെച്ചു അപർണ. കല്യാണം കഴിക്കണമെങ്കിൽ ഇൻചാർജ്, അതായത് കമ്പനിയുടെ ഇൻചാർജ് തന്റെ പേരിലേക്ക് എഴുതി തരണം. സൂര്യപ്രഭ ഓർഗനൈസേഷനെ ഇൻചാർജ് അമലിന്റെ പേരിലേക്ക് എഴുതി കൊടുത്താൽ മാത്രമേ ഞാൻ അമലിന്റെ ഭാര്യയാണ് തയ്യാറാവുള്ളൂ എന്ന് പറയാം. പക്ഷേങ്കിൽ സൂര്യനാരായണൻ ഇതിന് സമ്മതമല്ലായിരുന്നു. പക്ഷെ അബിക്ക് സമ്മതമായിരുന്നു. അബി പറഞ്ഞു ഒന്നും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സമ്മതിക്കുകയാണ്. പക്ഷെ അമലിന് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. അമലിനറിയാം കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്റെ അവസ്ഥ എന്തായി തീരും. വന്നന്ന് കണ്ട നാൾ മുതൽ തന്നെ ഇവൾക്ക് ഭയങ്കര വെറുപ്പായിരുന്നു. ഇങ്ങനെയുള്ള രണ്ടുപേരും എങ്ങനെ ഒരു കുടുംബജീവൻ നയിച്ച് മുന്നോട്ട് പോകും, ഇതൊക്കെ നന്നായിട്ട് അറിയായിരുന്നു. പക്ഷെ ജാനകിയുടെ മനസ്സിലെ വിചാരം എന്താ, കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർ രണ്ടുപേരും സെറ്റാവും, ഒന്നാകുന്ന. പക്ഷെ അപർണയുടെ മനസ്സിലിരിപ്പ് എന്താന്ന് അവർക്കറിയില്ലായിരുന്നു. അപർണ ഇങ്ങോട്ട് വരുന്നതിന് മെയിൻ കാരണം വൈരാഗ്യ ബുദ്ധിയാന്നുള്ള കാര്യം. പിന്നീട് അമലിനെ ഒരു വിധത്തിൽ പറഞ്ഞ് സമ്മതിപ്പിക്കുകയാണ്. രണ്ടു കുടുംബക്കാരും തമ്മിൽ ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല, അതിന് നീ ഈ വിവാഹത്തിന് സമ്മതിക്കണമെന്ന് പറയാം. പിന്നെ ജാനകി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അമലിന് പിന്നെ അത് അനുസരിക്കാതിരിക്കാനായിട്ട് വഴിയില്ല. അമൽ അവസാനം അങ്ങനെ സമ്മതിക്കുകയാണ്. അങ്ങനെ അമലിന്റെ അപർണയുടെ വിവാഹം നടക്കുകയാണ്. ഈ സമയത്ത് അജയ് ഹോസ്പിറ്റലിൽ നേരെ കല്യാണ മണ്ഡപത്തിലേക്ക് എത്തുവാണ്. കാരണം ഹോസ്പിറ്റലിൽ നിരഞ്ജനയ്ക്ക് ബോധം വന്നിട്ടുണ്ടായിരുന്നു. കണ്ണു തെളിച്ച് കുഴപ്പമില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം ഇനി എത്രയും പെട്ടെന്ന് അപർണയെ വിവാഹം കഴിക്കണം, ആ ഒരു തീരുമാനത്തോടെ അങ്ങോട്ട് ഓടി വരുക. അവൻ ശരണ്യെ വാതക്ക് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ശരണ്യം കൂടെ കൊണ്ട് അകത്തേക്ക് കയറി വരുമ്പോൾ കാണുന്ന കാഴ്ച, അമല് അപർണയുടെ കഴുത്തിൽ താലി ആർത്തുന്ന ഈ കാഴ്ച കണ്ടതും പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായി പോയി അജയ്ക്ക്. അവിടെ നിൽക്കണോ പോണോ? ശരണ്യ പറഞ്ഞു ഇനി എന്ത് ചെയ്യും അജയേട്ടാന്ന് ചോദിക്കാം. ഇനിയിപ്പം ഞാനങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്നോട് ദേഷ്യമായിരിക്കും, അതുകൊണ്ട് ഒരു കാരണവശാലും ഞാനങ്ങോട്ട് വരുന്നില്ല എന്ന് പറയാം. അജയേട്ടൻ പിന്നെ എങ്ങോട്ട് പോകാനാ പോകുന്നത് എനിക്കറിയത്തില്ല, എനിക്ക് അങ്ങോട്ടേലും പോയാലേ പറ്റുള്ളൂ. ഇപ്പൊ എന്റെ തലവട്ടം കണ്ടിട്ടുണ്ടെങ്കിൽ മിക്കവാറും അച്ഛനൊക്കെ എന്താ ചെയ്യുന്നത് പറയാൻ പറ്റില്ല. ഞാനിപ്പോ ഒരു ചതിയനായി പോയില്ലേ. പക്ഷെ എന്റെ സിറ്റുവേഷൻ അതാരും മനസ്സിലാക്കാത്ത എന്താ, ഒരു ജീവന് വേണ്ടി ഇത്ര സമയം ഞാൻ കിടന്ന് പോരാടുമായിരുന്നു. നിരഞ്ജന ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുന്ന സ്വപ്നത്തിൽ പോലും കരുതിയ കാര്യമല്ല ശരണ്യ. സാരല്ല അജയേട്ടാ, ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും ടെൻഷൻ അടിക്കണ്ട. അജയേട്ടൻ ഒരു കാര്യം ചെയ്യാം, ഹോസ്പിറ്റലിലേക്ക് തന്നെ തിരികെ പോ. ഇത് പക്ഷെ നിരഞ്ജന ചേച്ചിക്ക് ബോധം വീണിട്ടുണ്ടല്ലോ, അപ്പൊ നിരഞ്ജന ചേച്ചിക്കും വിഷമമാവുന്നുണ്ടായിരിക്കും. ഒരുപക്ഷെ എല്ലാം നല്ലതിന് വേണ്ടിയാന്ന് വിചാരിച്ചാൽ മതി. കാരണം എന്താണെന്നറിയാവോ, അല്ലെങ്കിൽ അജയേട്ടന് ജീവിതകാലം മുഴുവൻ ഇഷ്ടമില്ലാത്തൊരു വിവാഹത്തിന്, അത് മാത്രമല്ല നിരഞ്ജന ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ സ്വസ്ഥതയോട് സമാധാനത്തോടും കൂടി ജീവിക്കാൻ പറ്റുമായിരുന്നോ? ഒരിക്കലും ഇല്ല. അതുകൊണ്ട് അജയേട്ടൻ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പൊക്കോളാൻ പറയണം. അങ്ങനെ അജയനെ അങ്ങോട്ട് പറഞ്ഞു വിടുക. അജയ് തിരെ ഹോസ്പിറ്റലിലേക്ക് എത്തുക. ഹോസ്പിറ്റലിലേക്ക് എത്തിക്കഴിയുമ്പോൾ നിരഞ്ജനയാണ് ആകെപ്പാടെ വെപ്രാടപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ഉണ്ണിത്താനും ഹേമയെ കയറി കണ്ടു. പക്ഷേങ്കിൽ നിരഞ്ജന അവരോടൊന്നും സംസാരിക്കാൻ പോലും കൂട്ടാക്കില്ല. ആ സമയത്താണ് അജയ് അങ്ങോട്ട് ചെല്ലുന്നത്. അജയനെ കണ്ടപാടെ നിരഞ്ജന അങ്ങോട്ട് കെട്ടിപ്പിടിക്കുകയാണ്. കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അതെ അജയ് സോറി കേട്ടോ അജയ്, നിന്റെ കല്യാണ മുഹൂർത്തം ആയല്ലേ. ഇത് കേട്ടപ്പോൾ തന്നെ അജയ് പറഞ്ഞു ഇനിയിപ്പോൾ പോയിട്ട് കാര്യമില്ല എന്ന് പറയാം. അതെന്താ? അതൊക്കെ കഴിഞ്ഞതുകൊണ്ട്. കഴിഞ്ഞു? എന്ത് കഴിഞ്ഞു? അപർണയുടെ കഴുത്തില് അമല് താലി അർത്തി എന്ന് പറയണം. ഇത് കേട്ട നിരഞ്ജന ചോദിച്ചു, അമലോ? അതെ, ഞാനിപ്പോ വെറും ചതിയനായി പോയില്ലേ എല്ലാവരുടെ മുന്നില്. ഇത് കേട്ട നിരഞ്ജനയ്ക്ക് ഭയങ്കര സന്തോഷമാണ് തോന്നിയത്. തന്റെ അജയനെ തനിക്ക് കിട്ടും. പെട്ടെന്ന് നിരഞ്ജന പറഞ്ഞു, അതെ ഒരു കാര്യം ചെയ്യാവോ, അന്നെങ്കിൽ അജയ് എന്റെ കഴുത്ത് താലി ആർത്തോന്ന് ചോദിക്കാം. പെട്ടെന്ന് അജയ് നീ എന്തൊക്കെയാ പറയണെന്ന് ചോദിക്കും. അതെ എന്റെ കഴുത്തിൽ താലി ആർത്തണം, എന്റെ ബാഗിനകത്ത് ഒരു താലി മാലയുണ്ട്. അജയ് കണ്ടു കഴിയുമ്പോൾ അജയനെ കൊണ്ട് കല്യാണത്തിന് മുമ്പ് തന്നെ എന്റെ കഴുത്തിൽ കെട്ടിക്കാനായിട്ട് ഞാൻ കൊണ്ടുവന്നാ, എനിക്കത് വേണം, എന്റെ കഴുത്തിൽ അത് ചാർത്തണമെന്ന് പറയാം. ഇത് കേട്ട അജയ് പറഞ്ഞു, നിരഞ്ജന നീ എന്താ പറയണേ, നിനക്ക് വല്ല ബോധമുണ്ടോ എന്ന് ചോദിക്കാം. ഇതേ ഇപ്പൊ കെട്ടിത്തരണം, കെട്ടിത്തരാൻ പറ്റുമോ? അജയ്ക്ക് വേറെ നിർവാഹമില്ലായിരുന്നു. കാരണം നിരഞ്ജന ഒന്ന് അറ്റംപ്റ്റിന് ശ്രമിച്ചാണ്, ആത്മഹത്യാ ശ്രമം നടത്തിയതാണ്. അപ്പൊ ഇനി എന്തേലും അവൾക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിലോ ഡോക്ടർ പ്രത്യേകം അത് പറയുകയും ചെയ്തായിരുന്നു. ഒരു കാരണവശാലും പേഷ്യന്റിന് ഇനി വേറെ ബുദ്ധിമുട്ടുണ്ടാവരുത്, അവരുടെ കണ്ടീഷൻ അല്പം മോശമാണ്, ഇങ്ങനെയൊക്കെ പെരുമാറുന്നുണ്ടായി പോലും മാനസികമായിട്ട് ചില കണ്ടീഷൻ വളരെ വീക്കായിട്ടിരിക്കുന്ന സമയം. അതുകൊണ്ട് ഇനി ഒരു ശ്രമം കൂടെ നടത്തില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടില്ല കേട്ടില്ലെന്ന് നടിക്കണം. മനസ്സ് ഒരു കാരണവശാലും വേദനിക്കാൻ പാടില്ലെന്ന് ഇതറിയാവുന്നതുകൊണ്ടാണ് അജയ് അവസാനം എന്ത് ചെയ്യുകയാണ്. അജയ് അങ്ങനെ ഹോസ്പിറ്റലിൽ ആ ബെഡേ വെച്ച് തന്നെ നിരഞ്ജന കഴുത്തിലേക്ക് ആ താലി ആർത്തോണ്. ഇത് കണ്ടുകൊണ്ടാണ് ഉണ്ണിത്താനും ദേഹം കൂടെ കയറി വരുന്നത്. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ഒരു നിമിഷം നിൽക്കുകയാണ്. പിന്നീട് വന്നിട്ട് എന്താ നീ എന്ത് പരിപാടി അജയ് കാണിച്ചെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടെന്ന് നിരഞ്ജന പറഞ്ഞു, അതെ അച്ഛൻ വെറുതെ അജയനെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കണ്ട, ഞാൻ പറഞ്ഞിട്ടാ അജയന്റെ കഴുത്തിൽ താലി ആർത്തിയത്. അല്ലെങ്കിലും ഇനിയിപ്പോ ആർക്ക് വേണ്ടിയാ കാത്തിരിക്കണേ? അജയുടെ വിവാഹം ഇനിയിപ്പോ നടക്കാൻ പോണില്ല. അല്ലെങ്കിലും ഞാൻ അജയുടെ പെണ്ണാ, അജയ് എന്റെ ചെറുക്കനുമാ, ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കാൻ പോകുന്നത്.
ഇത് കേട്ടപ്പോൾ ഉണ്ണിത്താന് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരുപക്ഷെ തന്റെ മോള് ജീവിതത്തിലേക്ക് തിരികെ വന്നാലോ. ഈ സമയം ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരുന്നു അപർണ. അമല് അപർണയുടെ കഴുത്തിൽ താലിയാർത്തി. പക്ഷെ എങ്കിലും ആ വൈരാഗ്യ ബുദ്ധി അത് പെട്ടെന്നൊന്നും മനസ്സിൽ നിന്ന് മാറാനും പോകുന്നില്ല. പിന്നീട് അപർണ സത്യം പറയുന്നത്, കാരണം നിരഞ്ജന ഹോസ്പിറ്റലുണ്ടെന്ന്. നിരഞ്ജന ഹോസ്പിറ്റലുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എന്ത് ചെയ്യണം, അപർണ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് തുടങ്ങുകയാണ്. ഈ സമയം വിശദാന്തമേ വന്നിട്ട് പറഞ്ഞു, മോളെ നീ എങ്ങോട്ടാ, ഞാൻ ഇപ്പൊ തന്നെ വരാച്ചാന്ന് പറഞ്ഞു. അല്ല മോളെ, കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ, അതൊന്നും കുഴപ്പമില്ല, ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞുകൊണ്ട് ആരോടും അനുവാദം പോലും മേടിക്കാതെ നിരഞ്ജന എന്ത് തൻ്റെ ഒരു ഫ്രണ്ടിനെയും കൂട്ടി നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അങ്ങനെ അവിടെ ചെല്ലുമ്പം കാണുന്ന കാഴ്ച, നിരഞ്ജനയല്ല അപർണ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അവിടെ ചെല്ലുമ്പം കാണുന്ന കാഴ്ച, നിരഞ്ജന ബെഡിൽ ഇങ്ങനെ താലിയൊക്കെ നോക്കി ഇരിക്കുവാണ്. കാരണം ഒത്തിരി നാളത്തെ സ്വപ്നത്തിന് ശേഷം കിട്ടിയ താലിയാ. ഈ കാഴ്ച കണ്ടതും അപർണയ്ക്ക് സഹിച്ചില്ല. തന്റെ കഴുത്തി വീണത് താലിയാണത്. അജയ് തന്റെ കഴുത്തി താലി അർത്തണ്ട, അതാണ് ഇവള് വെച്ചോണ്ടിരിക്കുന്നത്. പിന്നീട് എന്നിട്ട് ഗംഭീരമായിരിക്കും നിന്റെ അഭിനയം, നീ കൊള്ളാടി, അജയനെ എന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തില്ലേന്ന് ചോദിക്കുക. ഇത് കേട്ട നിരഞ്ജൻ പറഞ്ഞു, തട്ടിയെടുത്തെന്നോ? അജയ് എന്റെയാന്ന് പറയാ. അജയ് ഇല്ലെങ്കിൽ ഞാൻ മരിക്കാൻ ഒരുങ്ങിയതാ. പക്ഷേങ്കിൽ ദൈവത്തിന്റെ ആഗ്രഹം ഞങ്ങൾ രണ്ടും തമ്മിൽ ഒന്നിക്കണമെന്നായിരുന്നു, അതുകൊണ്ടാന്ന് പറയാം. ഇത് കേട്ടതും അപർണ പറഞ്ഞു, കൊള്ളാം, നല്ല നാടകമായിരിക്കുന്നു. പക്ഷെ ഒരു വാക്കെങ്കിലും പറയായിരുന്നു. എനിക്ക് നേരത്തെ ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രയ്ക്ക് വലിയ കടുങ്കൈ അജയ് എന്നോട് ചെയ്യുന്നു അറിയില്ലായിരുന്നു. കല്യാണ മണ്ഡപത്തിലേക്ക് വരുന്നതിന് മുമ്പെങ്കിലും അറിയിച്ചായിരുന്നെങ്കിൽ എനിക്ക് പൊറുക്കായിരുന്നു. പക്ഷെ ഇനിയുണ്ടല്ലോ, ഇനി ഒരിക്കലും ഞാനത് പൊറുക്കാൻ പോകുന്നില്ലെന്ന് പറയാം. പെട്ടെന്ന് നിരഞ്ജന പറഞ്ഞു, നീ എന്താ പറയണേ, എന്താന്നോ അത് നിനക്കും മനസ്സിലാവില്ല. ആ കതിർ മണ്ഡപത്തിൽ ഞാൻ ഇരിക്കേന്റെ ഇപ്പം അജയ് കാരണം ഉണ്ടല്ലോ, ഞാനൊരു കഴുതേനെ വിവാഹം കഴിക്കേണ്ടതായിട്ട് വന്നു. അമലെന്ന് പറയുന്ന അവനെ, പക്ഷേങ്കിൽ അവനെ ഞാൻ വിവാഹം കഴിച്ചെങ്കിലും അവൻ ഒരിക്കലും എന്നെ ഭർത്താവാനായിട്ട് പോകുന്നില്ല. എന്റെ മനസ്സിൽ ഇപ്പോഴും അജയ് തന്നെയാന്ന് പറയാ. ഇത് കേട്ട നിരഞ്ജനയുടെ മുഖം ഇങ്ങോട്ട് പെട്ടെന്ന് മാറി. നിരഞ്ജൻ പറഞ്ഞു, അപർണ വെറുതെ അനാവശ്യം പറയരുതെന്ന് പറയണോ? ഓ അങ്ങനെയാണോ? നിന്റെ കഴുത്തിൽ താലി ആർത്തിന്നോർത്ത് നീ അങ്ങനെ സന്തോഷിച്ചിരിക്കണ്ടേ? നിനക്കിട്ടുള്ള പണി ഞാൻ തരുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നിരഞ്ജനെ വെല്ലുവിളിച്ചിട്ടാണ് അപർണ അവിടെ നിറങ്ങുന്നത്. പിന്നീട് അപർണയും അമലും കൂടെ നേരെ അളകാപുരിയിലേക്ക് ചെല്ലുവാണ്. അളകാപുരിയിലേക്ക് ചെന്ന് കഴിയുമ്പോൾ നിലവിളക്കും ആരതിയൊക്കെ ആയിട്ട് പ്രഭയും ജാനകി ഉണ്ടായിരുന്നു. അങ്ങനെ പ്രഭയുടെ കയ്യിൽ നിലവിളക്കും ജാനകിയുടെ കയ്യിൽ ആരതിയായിരുന്നു. അങ്ങനെ ആരതി ഒഴിഞ്ഞിങ്ങനെ അകത്തേക്ക് സ്വീകരിക്കാൻ തുടങ്ങുമ്പോഴത്തേനും പെട്ടെന്ന് ജാനകിയോടായിട്ട് അവള് പറഞ്ഞു, അപർണ പറഞ്ഞതേ, ആരതി ഒഴിയുന്ന ആരാ? ഏട്ടത്തിയമ്മ അല്ല ആരതി ഒഴിയേണ്ട ആളാരെന്നറിയാവോ? അത് അമ്മയാന്ന് പറയാണ്. ഇത് കേട്ടതും വല്ലാത്തൊരു മുഖത്ത് അടിയേറ്റ പോലെയായി പോയി. പെട്ടെന്ന് അമല് പറഞ്ഞു, അതിനെന്താ കുഴപ്പം? ഏട്ടത്തി ആരതി ഒഴിഞ്ഞ എന്താ കുഴപ്പമെന്ന് ചോദിക്കാം. വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, അതിന് ഓരോരുത്തരുടെ സ്ഥാനങ്ങളൊക്കെ ഉണ്ട്. ഇത് മുത്തശ്ശിക്ക് ഭയങ്കര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. കൊള്ളാം, വന്ന് കേറിയപ്പോ തന്നെ ഇവള് നടയടി അടിച്ചോണ്ടാണല്ലോ കേറുന്നേ എന്ന് മുത്തശ്ശി മനസ്സിൽ പറയാ. എങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ ഇവളെക്കിട്ട് നല്ല പണിയായിരിക്കും കൊടുക്കാൻ പോകുന്നത്. ഇവിടേക്ക് വരേണ്ട മരുമോള് തന്നെ. ഈ സമയം പ്രഭു പറഞ്ഞു, അതിനിപ്പോ എന്താ, ഇനിയിപ്പോ മോള് ഞാൻ ആരതി ഒഴിയണമെങ്കിൽ കുഴപ്പമില്ല, ഞാൻ ആരതി ഒഴിയാന്ന് പറഞ്ഞുകൊണ്ട് അത് വാങ്ങിച്ചങ്ങോട്ട് ആരതി ഒഴിയാണ്. അങ്ങനെ ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കയറി. ആകെപ്പാടൊരു ബുദ്ധിമുട്ടും വെറുപ്പൊക്കെ ആയിരുന്നു അപർണയ്ക്ക്. അപർണ മുറിയിൽ കയറി കുറെ സമയം ഇരിക്കണം. അമലാണ് എന്ത് ചെയ്യണം, മുറിയിലേക്ക് പോയി ആ സെക്കൻഡിൽ തന്നെ പുറത്തിറങ്ങിപ്പോയി. അമലിനെ മുറിയിലേക്ക് കയറി ഇരിക്കാൻ പോലും തോന്നിയില്ല. പിന്നീട് അപർണ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് കുറെ ഗിഫ്റ്റുകളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. കാരണം അജയ്ക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്. അതിൽ ഒരെണ്ണം എടുത്ത് നോക്കിയപ്പോഴത്തേനും അജയ് അപർണ എന്ന് പറഞ്ഞ് കണ്ടു. ആ പേര് കണ്ടതും ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയായി പോയി. ആ ഗിഫ്റ്റ് എല്ലാം കൂടെ എടുത്ത് എറിയുവാണ്. ഒരു ഗിഫ്റ്റ് വന്നിരിക്കുന്നു. ആ സമയത്താണ് വേലക്കാരി നളിനി അങ്ങോട്ട് വരുന്നത്. നളിനി വന്നപ്പോൾ ഈ കാഴ്ച കാണുന്നത്. എന്താ കുഞ്ഞെന്താ കാണിക്കണമെന്ന് ചോദിക്കും. ഞാൻ കാണിക്കുന്ന എന്താണോ, ഒന്നും കാണിക്കാൻ തുടങ്ങിയിട്ടില്ല നളിനി ചേച്ചി, ഞാൻ കാണിക്കാൻ തുടങ്ങുന്നുള്ളൂ. ഈ അപർണ ആരെന്ന് ഇവിടെ അറിയാൻ പോകുന്നുള്ളൂ. ആദ്യം അബീനും ജാനകിനും ഈ വീട്ടിൽ നിന്ന് ഞാൻ പുറത്താക്കും, പിന്നെയാണ് ഞാൻ കളിക്കാൻ പോകുന്നത്. അവരെന്താ വിചാരിച്ചോണ്ടിരിക്കണേ? ഞാൻ ഇങ്ങോട്ടുള്ള സ്നേഹം കൊണ്ട് വന്നാന്നോ? ഒരിക്കലുമല്ല, എന്റെ പ്രതികാര ബുദ്ധിയും കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇനി ഞാൻ ഈ അളകാപുരി അങ്ങോട്ട് ചുട്ടരിക്കും. കണ്ടു, എല്ലാവരും ഇവിടെ വെന്ത് നീറുന്ന ഒരു കാഴ്ച അധികം വൈകാതെ നളിനേച്ചിക്ക് കാണാനായിട്ട് സാധിക്കും എന്ന് പറയാം. അതുകൊണ്ടല്ല ഞാൻ ആ കഴുതേനെ വിവാഹം കഴിച്ചെന്ന് പറയാം. ഇത് കേട്ടത് നളിനിക്ക് ഒരു കാര്യം മനസ്സിലായി. എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച് മറ്റുള്ള വരവാണിത്. ഇത് എവിടെ എങ്ങനെ എത്തുന്നൊന്നും അറിയത്തില്ല. പിന്നീട് ആകെപ്പെടെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ നിൽക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്ന ഒരു രംഗം, മുത്തശ്ശി ഒരു കുടമൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഈ സമയം അരികെ തന്നെ അപർണയുണ്ട്. അപർണ എന്ത് ചെയ്യുവാണ്, ആ കുട അപർണയുടെ കയ്യിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപർണ ആ കുടം വാങ്ങിയിട്ട് അത് നേരെ മുത്തശ്ശിയുടെ കാലിലേക്ക് അങ്ങോട്ട് ഇടുവാണ്. അപ്പൊ വെള്ളം കോരിക്കൊണ്ട് അങ്ങോട്ട് അങ്ങനെ എന്തെങ്കിലും ചടങ്ങുണ്ടോന്നും അറിയത്തില്ല. എന്തായാലും പക്ഷെ ഇത് കണ്ട് ഒരു നിമിഷം ജാനകി എല്ലാവരും ഞെട്ടിപ്പോവാണ്. അങ്ങനെ വന്ന് കയറിയപ്പോ തന്നെ മുത്തശ്ശിയുടെ തന്നെ 8ന്റെ പണി കിട്ടുന്നുണ്ട്. കാരണം അവൾ ഇങ്ങോട്ട് അപർണ ഇങ്ങോട്ട് വരണം എന്തെങ്കിൽ മാത്രമേ ജാനകി ഒരു പാഠം പഠിക്കുള്ളൂ എന്ന് പറഞ്ഞിരുന്ന മുത്തശ്ശിയാ. പക്ഷെ മുത്തശ്ശിക്കിട്ട് ആദ്യം തന്നെ ഒരു കൊട്ട് കൊടുക്കുവാണ്. അപർണ വന്ന് കയറിയ ഉടനെ അങ്ങനെ
നല്ല സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരുന്ന ആ കുടുംബത്തില് പ്രശ്നങ്ങൾ അങ്ങനെ വീണ്ടും വീണ്ടും വന്ന് കയറിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പം കാണാൻ പോകുന്ന അജയ് കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇനി പതുക്കെ നിരഞ്ജനയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരും. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഉണ്ട്. അത് മാത്രമല്ല ഇനിയിപ്പോ അമൽ ഇനിയിപ്പോ എന്ത് ചെയ്യുന്നു പോലും അറിയത്തില്ല. കാരണം അമലിന് ഒരിക്കലും അപർണേനെ ഉൾക്കൊള്ളാൻ പോലും സാധിക്കില്ല. അപർണയ്ക്കാണ് അമലിനെ കാണുന്ന പോലും വെറുപ്പ് ഉറപ്പുമാണ്. അവന് വൃത്തിയില്ല, അങ്ങനെ നൂറ് പ്രശ്നങ്ങളൊക്കെ പറയുന്നത്. എന്തായി തീരും, എങ്ങനെയായി തീരുന്നൊന്നും അറിയത്തില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.